ബ്രിറ്റ് അക്കാദമിയിൽ ഇന്ന് പതിവിന് വിപരീതമായി നമുക്ക് പാട്ട് പാടാൻ ഒരു അവസരം ഫൈസൽ സാർ ഒരുക്കി തന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മദ്രസയിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മദ്രസയിൽ ടോപ്പ് സിംഗറിനായിരുന്നു. പക്ഷേ അന്നൊരു കഥാപ്രസംഗം അവതരിപ്പിക്കുന്ന സമയത്ത് അതൊരു ചൈനായിരുന്നു. ഒരു 8-10 പേരുണ്ടായിട്ട് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പാടിപ്പോവുക ആയിരുന്നു. 2 ആൾ മാത്രമല്ലായിരുന്നു. അവരുടെ അവസരം കഴിഞ്ഞിട്ട് പോയിട്ട് 2-3-ാമത്തെ ഒരാൾ വരിക, അങ്ങനെ ആയിരുന്നു. ഞാൻ എൻ്റെ പാട്ട് വളരെ വൃത്തിയായിട്ട് പാടി, വളരെ ഉഷാറായിട്ട് പാടി. പക്ഷേ ലാസ്റ്റ് വരി മാത്രം എനിക്ക് പാടാൻ കിട്ടിയില്ല. അതിലൊരു പരിങ്ങൽ അനുഭവപ്പെട്ടു. പേടിച്ച് വിറച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം പിന്നെ 3-ാം ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ആ നബിദിന പരിപാടി അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ 4-ാം ക്ലാസ്സിൽ ആ പ്രാവശ്യം ഞങ്ങൾ മദ്രസയിൽ നബിദിന പരിപാടി ഉണ്ടായിട്ടില്ല. പിന്നെ 5-ാം ക്ലാസ്സിൽ നിന്നാണ് പിന്നെ അവസരം വരുന്നത്. ആ സമയത്ത് എന്നോട് പാട്ടെടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പാട്ടെടുത്തില്ല. ഈ പേടി കാരണം, ഈ തരം മനസ്സിലുണ്ട്. പാട്ടെടുത്തതുമില്ല, ഉസ്താദുമാരെ നമ്മളെ നിർബന്ധിച്ച് പാട്ടെടുപ്പിച്ചതുമില്ല. അതോടുകൂടി എൻ്റെ ആ പാട്ടിൻ്റെ വാസന അവിടെ ചത്തു എന്ന് തന്നെ പറയാം. അതിന് ശേഷം പിന്നെ ഞാൻ പാട്ടൊക്കെ റേഡിയോയിലിപ്പോൾ നേരത്തെ പറഞ്ഞ ഷാനു പറഞ്ഞ പോലെ പാട്ട് എല്ലാം കേൾക്കും. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തും കടയിൽ നിൽക്കാറുണ്ടായിരുന്നു. ഒഴിവ് ദിവസങ്ങളൊക്കെ ഉപ്പാൻ്റെ കൂടെ ഉപ്പാനെ സഹായിക്കാൻ വേണ്ടി കടയിൽ നിൽക്കുമായിരുന്നു. അന്ന് ഉച്ച സമയത്തൊക്കെ 1 മണിൻ്റെ വാർത്ത കഴിഞ്ഞാൽ പിന്നെ 1 മണി വരെ 1:30 വരെ ചലച്ചിത്രഗാനങ്ങളാണ്. അത് ആസ്വദിച്ച് കേൾക്കാറുണ്ട്. പാട്ടുകളൊക്കെ കേൾക്കുന്നല്ലാതെ പിന്നീട് പാടാൻ ശ്രമിക്കുകയോ വേറെ എവിടെയെങ്കിലും സ്വന്തമായിട്ട് പാടാൻ ശ്രമിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നീട് ഒരു പാടാനൊരു അവസരം വന്ന് കിട്ടിയത്. അപ്പോൾ ഇനിയൊക്കെ പഴയ പിന്നെ ചത്തി കിടക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സിംഹത്തിൽ നിന്ന് തട്ടി ഉണർത്തി വന്ന് പഴയ ആ ലെവലിലേക്ക് എൻ്റെ പാട്ട് കൊണ്ടുവരണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഈ 2025 പുതുവത്സര പുതിയ വർഷം ആരംഭിക്കുമ്പോൾ ഓക്കെ ആ ടിപ്സുകൾ അദ്ദേഹത്തിന് അതിനെ പറ്റിയ അറിവുണ്ടായിരുന്നില്ല. ഒരു പിന്നെ സംഗീത ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷമാണ് മൂപ്പർക്ക് അറിവ് കിട്ടിയത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊരു ഗുരുവായി തന്നെ സ്വീകരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും ചോദിക്കാം. പിന്നെ അപ്പോൾ ഫീഡ്ബാക്ക് ഇത്രയാണ്. വളരെ ഉഷാറായിരുന്നു. പലരും ഇവിടെ പാട്ട് പാടി വളരെ ഉഷാറായിട്ട് പാടി. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ പാട്ട് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നത് കൊണ്ട് അത് നമുക്ക് മനഃപ്പാടമായിരുന്നു. അതുപോലെ തന്നെ വളരെ ഉഷാറായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും പാടാൻ പറ്റിയ പാട്ടാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ, മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറ് ഗ്രൂപ്പിൽ ഈ പാട്ട് എല്ലാവരും പഠിച്ചു തരണം എന്ന് പറഞ്ഞതുകൊണ്ട് അതെല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു. അതുകൊണ്ട് അത് ഉഷാറായിട്ട് പാടാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും നന്നായി പാടി ഉഷാറായിട്ട് പാടിയിരുന്നു. നല്ല ഫീഡ്ബാക്കാണ് എനിക്ക് പറയാനുള്ളത്.